ഹലോ ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം പുതിയ റെസിപ്പിയിലേക്ക്. ഇന്നത്തെ റെസിപ്പി സിമ്പിൾ ആൻഡ് ഈസി ബ്രെഡ് സാൻഡ്വിച്ച് വിത്ത് ഹോം മെയ്ഡ് മയണീസ്. ആദ്യം നമുക്ക് മയണീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 മുട്ടയുടെ വെള്ള മാത്രം നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നു. എഗ്ഗ് യോക്ക് ഇവിടെ എടുക്കുന്നില്ല, വെള്ള മാത്രമാണ് എടുക്കുന്നത്. ഇത് മുട്ടയുടെ ഒരു സൈഡ് ഭാഗം പൊട്ടിച്ചൊരു സ്പൂൺ വെച്ച് നമുക്ക് വേർതിരിച്ചെടുക്കാം. മഞ്ഞ നമ്മൾ മാറ്റി വെക്കുന്നു. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു. ഒരു 1/2 നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം 1 ടീസ്പൂൺ വിനെഗറും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, വെള്ള കുരുമുളക് പൊടിയുടെ പൗഡർ ഉണ്ടെങ്കിൽ അതാണ്, വെളുത്ത പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഉചിതം. ആദ്യം നമുക്ക് മുട്ടയൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ വെളുത്തുള്ളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ ഗാർലിക് സോസ് എന്നും നമുക്ക് വിളിക്കാം. ഇതിലേക്ക് കുറച്ചായി സൺഫ്ലവർ ഓയിൽ, ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് 150 ml സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചായി ആഡ് ചെയ്ത് നമുക്ക് മയണീസ് തയ്യാറാക്കാം. ഇപ്പോൾ നമ്മുടെ മയണീസ് ഗാർലിക് സോസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് പകർത്തി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു കഷ്ണം ഉള്ളി, കുറച്ച് ക്യാരറ്റ്, തക്കാളി, മല്ലിയില, ഒരു കഷ്ണം ക്യാപ്സിക്കം ഇവ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളിയുടെ ഉൾഭാഗം എടുത്തു കളഞ്ഞതിന് കുരുവെല്ലാം എടുത്തു കളഞ്ഞിട്ടാണ് തക്കാളി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന മയണീസ് കൂടി ചേർത്ത് കൊടുക്കാം. മയണീസ് സാൻഡ്വിച്ചിൽ ഉപയോഗിക്കും, അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ, അങ്ങനെ പലതരത്തിലുള്ള സ്നാക്കിലും നമ്മൾ മയണീസ് ചേർത്ത് കഴിക്കാറുണ്ട്. വളരെ സ്വാദിഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സോസാണ് മയണീസ്, ഗാർലിക് സോസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് മയണീസിന് പകരം വേണമെങ്കിൽ കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബട്ടർ ചേർത്ത് കൊടുക്കുന്നില്ല. ഹെൽത്തിയുമാണ് ഈ സാൻഡ്വിച്ച്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം എന്നതുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം. ഇവിടെ ഞാൻ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരിക് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡിന് മുകളിൽ കുറച്ച് ബട്ടർ തടവി കൊടുക്കാം. ഇവിടെ ഞാൻ ബട്ടർ ഉപയോഗിക്കുന്നില്ല. നേരിട്ട് നമ്മുടെ ഈ മിക്സ്, വെജിറ്റബിൾ മിക്സ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് വിത്ത് ഹോം മെയ്ഡ് മയണീസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു വിഭവമാണ്. തയ്യാറാക്കി കൊടുക്കണം. കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. ഈ വീഡിയോ കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.